എന്താ പോന്ന് പുക പോണെന്താ അടുപ്പ് കത്തിക്കുമ്പോൾ ഈ അച്ചുവിനൊന്നും അറിയില്ല പാവം. അച്ചുപ്പൊന്നില്ലേ തലവേദന മൈഗ്രെയിൻ്റെ തലവേദനയെന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ പോവാതിരുന്നതാട്ടോ. സ്കൂളിൻ്റെ ബസ്സിൻ്റെ സമയം കഴിഞ്ഞപ്പോൾ അവളുടെ തലവേദനയൊക്കെ മാറി. എനിക്ക് സ്കൂൾ ബസ്സൊന്നുമില്ല. 8:45 മറ്റവരുടെ ബസ് പോവല്ലോ. ആ ബസ്സിൻ്റെ സമയം കഴിഞ്ഞപ്പോൾ അവളുടെ തലവേദന മാറിയിട്ടോ. ആരും അറിഞ്ഞ് ഇപ്പോഴും തലവേദനിക്കുന്നുണ്ട്. ചെയ്യാൻ വെറുതെ അറിയാട്ടോ, തമാശ അറിയണേ. അപ്പോഴേ നമ്മളിന്നില്ലേ എന്താ ഉണ്ടാക്കുക? അച്ചു എന്താ ഒരു ചപ്പാത്തി ഉണ്ട്, അതുകൊണ്ട് എന്തൊക്കെയാണ് ഉണ്ടാക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഒരു ചപ്പാത്തി അല്ല, കുറച്ച് ചപ്പാത്തി ഉണ്ട്. അതുകൊണ്ട് തീ ഒന്ന് കത്തിയിട്ട് വേണം. ഞാൻ ബാക്കിയുള്ളൊക്കെ അവിടെ നേരേക്ക് വെച്ചാട്ടോ. പറയുന്ന പോലെ ഇവിടെ തക്കാളി കഴിഞ്ഞല്ലേ? തക്കാളി നുറുക്കിയോ? ഞാൻ അവിടെ തക്കാളി എടുത്ത്. എവിടുത്തെ? താഴത്ത് കൊടുത്ത്. അതിൻ്റെയാണേ അടുത്തടുത്ത് വീടായുള്ള ഗുണേ. ഇവിടുത്തെ സാധനങ്ങളൊന്നും കഴിയില്ല, അവിടുത്തെ സാധനങ്ങളൊന്നും കഴിയില്ല. ഇവിടെ പൊന്നു വീട്ടിലില്ലെങ്കിൽ ഒരു വീടുറങ്ങിയ പോലെ. എന്ത് പൊന്നു വീട്ടിലില്ലെങ്കിലേ വീടുറങ്ങിയ പോലെയാണ്. സുകന്യേ വേഗമായോ, പണിയുണ്ട്. വിറക് കഴിഞ്ഞു കേട്ടോ. വിറക് കാണുമ്പോഴാണ് സങ്കടം. എന്താ എൻ്റെ അച്ചോ, അപ്പം ഈ ഇന്ന് വെറുതെ ലീവാക്കിയതാ. അപ്പം നമ്മളില്ലേ ഇന്ന് നമ്മുടെ പാലക്കാട് സ്റ്റൈല് എന്തൊക്കെ നേരത്തെ നുറുക്കി വെച്ചാണ് കേട്ടോ. പാലക്കാട് സ്റ്റൈല് കുമ്പളങ്ങിയും ചിക്കനാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ചാച്ചെടുക്കട്ടെ. കണ്ടോ, എനിക്ക് ഈ അടുപ്പിനെ പറ്റി പറഞ്ഞാലും നിങ്ങൾക്ക് മതിയാവില്ല കേട്ടോ. നിങ്ങളോട് പറഞ്ഞാലും മതിയാവില്ല, കാരണം അടിപൊളി അടുപ്പ്. എന്തിനാ തൈര്? അമ്മയില്ലേ തൈര് വേണം അച്ഛനോട്. ഇപ്പം എന്തിനാ തൈര്? വെറുതെ. ഇഷ്ടമായോ നമുക്ക്? അച്ചു ഇഷ്ടമായോന്ന്? അച്ചുട്ടി ഉരുളക്കിഴങ്ങ് വറുത്തക്കണം. അച്ചുട്ടിക്ക് ഇത് കാണുമ്പോഴേക്കും ഭയങ്കര സന്തോഷം മിക്സിയിൽ അരയ്ക്കാൻ അല്ലേ. നമ്മുടെ കുമ്പളങ്ങി ഉരുളക്കിഴങ്ങ് കൊണ്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഉരുളക്കിഴങ്ങ് വാങ്ങിയാൽ നല്ല ചിലവാകും. അച്ചുട്ടിയുടെ വക ഉരുളക്കിഴങ്ങ് വറുക്കണതിൻ്റെ ഓരോ ഉരുളക്കിഴങ്ങിൻ്റെ വലിപ്പം നോക്കിയിട്ട് എന്തുണ്ടെങ്കിലും വേണ്ടില്ല. ഈ മക്കൾക്ക് പിന്നെ ഈ ഉരുളക്കിഴങ്ങുകളോട് ഭയങ്കര ഒരു താല്പര്യമാണ്. കുറേ ഈട്ടോ കുമ്പളങ്ങിയും ചിക്കനും കഴിച്ചിട്ട് ഇപ്പം നമ്മൾ കുമ്പളങ്ങിയും ചിക്കനും ഉണ്ടാക്കാറേ ഇല്ല. എന്താ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട്. പക്ഷെ അപ്പം ഇപ്പം നമുക്ക് പൂതിയാവാൻ തുടങ്ങി. നമുക്ക് പൂതിയില്ലേ? തൊട്ട് പോരുത്. തിന്നും. പൂതി ഇല്ലാത്തവർ കഴിക്കാൻ പറ്റില്ല, പൂതിയുള്ളവരാണ് കഴിക്കുക. അപ്പം മഞ്ഞപ്പൊടി അവിടെ ഉണ്ട്. തായോ അത് അതിലാണ്. ഏതിലെ വെളിച്ചെണ്ണ നോക്കട്ടെ, എന്നിട്ട് അതിൽ വെളിച്ചെണ്ണ ഏതിലാണ്. അപ്പം നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അമ്മ ഇതിന് നമ്മുടെ ഇവിടെ അല്ലേ തെരിക്ക് എന്ന് പറയട്ടോ. നിങ്ങളുടെ അവിടെ എന്താണ് ഇതിനെ പറയുക? ഇത് ഫുള്ള് ഒഴിക്കട്ടെ. ഓരോ നാട്ടിലും ഓരോ പേരുകളല്ലേ. നിൽക്ക് അത് വെളിച്ചെണ്ണയാണോ നോക്ക്. ആണോ? ഇതാ വെള്ളം നല്ലപോലെ ചൂടായി വാങ്ങിച്ചു. ഇതാ ഒരടപ്പെടുത്തിട്ട് ഉണ്ണി. അമ്മ ഇവിടെ ടി വി കൊണ്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഉണ്ടേ സുകന്യ കുളിക്കുകയാണ്. അപ്പോൾ ചില കൂട്ടുകാർ എന്നോട് പറയാറുണ്ട്, ചേച്ചി ചുരിദാറിൽ വായോ ചുരിദാർ ഇട്ടിട്ട് വീഡിയോ എടുത്താൽ മതി, നെയ്റ്റ് ഇടണ്ടെന്നുള്ളത് കേട്ടോ. പിന്നെ ഈ വീടിൻ്റെ ഞാൻ വിചാരിക്കുന്നുണ്ട് ഇനി ഇതൊക്കെ പഴയ കുറച്ച് ചുരിദാറാണ് കേട്ടോ. ഇതൊക്കെ ഇട്ടാൽ കുഴപ്പമില്ല എന്നുള്ളത്. പക്ഷേ എനിക്ക് കൂടുതലിഷ്ടം നെയ്റ്റ് ഇടുന്നതാണ്. അതുകൊണ്ടാണ് എൻ്റെ നെയ്റ്റിയിൽ നിങ്ങളധികം കാണുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും പറയുകയും നേരിട്ട് കാണുന്നവരൊക്കെ പറയുന്നൊരു കാര്യമാണ് എന്തെന്നറിയോ, നെയ്റ്റിയിൽ കാണുന്നതിനെക്കാട്ടിലും ചുരിദാറിൽ കാണുന്നതാണ് പ്രായം കുറവ് തോന്നിക്കുന്നതെന്ന്. നെയ്റ്റി ഇടുമ്പോൾ ഭയങ്കര പ്രായം തോന്നിക്കുകയാണ്. എണ്ണ ഒഴിച്ചു കൊടുത്തേ. ഉള്ളി പച്ചമുളക് കൂട്ടാം. ചെറിയ ഉള്ളിയാണോ എന്ന് വെച്ചാൽ അടിപൊളിയാവും. പക്ഷെ ചെറിയ ഉള്ളി അമ്മ മുഴുവൻ ഒഴിച്ചു കേട്ടോ. ഫുള്ള് ഒഴിച്ചു. ഓ ഒഴിച്ചോ. നമ്മുടെ ഇവിടെ റബ്ബർ തൊടിയുടെ ഇവിടെ ഇല്ല, കുറേ അപ്പുറത്ത് റബ്ബർ മുറിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ
പോയി കഴിഞ്ഞാൽ വിറക് കൊണ്ടുവരാം. പക്ഷെ നമ്മുടെ ഇവിടെ അടുത്തൊന്നുമല്ല, കുറച്ച് ദൂരെ ആയതും കൊണ്ട് നമുക്ക് ആർക്കും ഇവിടെ നിന്ന് ആരും പോകാനും പറ്റില്ല. നിങ്ങൾ പറഞ്ഞു തന്ന പോലെ ഞാൻ ഇവിടെ വെണ്ണീറില്ലേ, ചാരം അതിട്ടിട്ട് നമ്മളിവിടെയൊക്കെ തേച്ച് ഉരച്ചപ്പോൾ ഇതാണ്ടോ നല്ല വൃത്തിയായിട്ടോ. അതിപ്പോൾ ഞാൻ ആ കരി വെച്ചതും കൊണ്ട് തോന്നുകയാണ് നിങ്ങൾക്ക്, കണ്ട നല്ല വൃത്തിയായി. ആദ്യം ഞാൻ ഏട്ടൻ വന്ന് കമ്പിച്ചകിരിയും കൊണ്ട് ഉരയ്ക്കേണ്ടതാണ്. ഇപ്പോൾ കുറേ കൂട്ടുകാർ വന്നു കമ്പിച്ചകിരിയും കൊണ്ട് ഉരച്ചാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ പിന്നെ ചിലവർ പറഞ്ഞു ഞങ്ങളിങ്ങനെയാണ് വെണ്ണീറിട്ടിട്ടാണ് ഉരയ്ക്കൽ, അപ്പോൾ നല്ല പുതുമയിട്ട് നിൽക്കലുണ്ടെന്ന്. പിന്നെ ഒരു സംശയം കൂടി ഞാൻ ചോദിക്കുകയാണ് കേട്ടോ, നമുക്കത് അറിയാത്തത് കൊണ്ടാണ്. ഞങ്ങൾ എല്ലാവരും ഒരടുപ്പിൽ എങ്ങനെ ചെയ്യാറുള്ളൂ. ഈ അടുപ്പിൽ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഇത് ഒഴിവാക്കുകയാണോ ചെയ്യുക? ഇത് സംഭവം എടുത്തിട്ടാണോ ചെയ്യുക? എങ്ങനെയാണിത് ചെയ്യുക? നമ്മൾ ഈ അടുപ്പ് ഇതുവരെ കത്തിച്ചിട്ടേ ഇല്ല കേട്ടോ. അത് അറിയണവർ നിങ്ങളങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തേ കത്തിക്കാണ്ട് വെക്കില്ല. ഓരോ ആൾക്കാരും ഓരോ രീതിയിലല്ലേ അച്ചിട്ട് ചെയ്യുക. അപ്പം നമ്മളിത് ആദ്യമായിട്ടല്ലേ ഇപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ അവർക്കറിയുന്നതും നമുക്കറിയുന്ന വ്യത്യാസം ഉണ്ടാവില്ലേ? ഉണ്ടാവുമല്ലേ? അച്ചു നീ എന്തൊക്കെ പരിപാടി ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ. ഞാൻ ഉണ്ടാക്കി കൊടുക്കണം അത്ര അവൾക്ക്. ഞാൻ കുറച്ച് ഉണ്ടാക്കുള്ളൂ. ഇക്കും കൂടി തരില്ലേ? അവൾക്ക് എന്തോ ഉണ്ടാക്കാനത്രേ. അവൾക്ക് എന്തൊക്കെ ചെയ്യണത്രേ. കേട് വന്നിട്ടുണ്ടെങ്കിൽ കേട് വന്നാൽ അമ്മയ്ക്ക് കൊണ്ടുവന്നേരാം. അച്ചുവാണ് കേട്ടോ തുടച്ച് തന്നതൊക്കെ. ഞാൻ മൊത്തം അടിച്ചോരിട്ടു. നമ്മൾ ഈ പട്ടച്ചൂലും കൊണ്ട് ഇങ്ങനെ അടിച്ചിട്ട് നമ്മുടെ ഈ സാധാ മറ്റേ ചൂലും കൊണ്ട് അടിക്കുമ്പോൾ അല്ലേ അടിച്ചു നീങ്ങേ ഇല്ല. പക്ഷെ ഇവിടെ കാറ്റ് വീഴുമ്പോൾ അല്ലമ്മ ഈ ഇലയൊക്കെ അങ്ങോട്ട് വീഴുന്നുണ്ടേ. ഗ്രില്ല് ഇട്ടിട്ടില്ലെങ്കിൽ കാറ്റുകാലം ആയിക്കഴിഞ്ഞ വെച്ചല്ലേ ഇവിടെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും അല്ലേ? ഇവിടെ എന്തെങ്കിലും ഇതാ കണ്ടോ, അത് അന്ന് ഇപ്പം നമ്മളത് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ, ചെയ്തില്ല. ഇവിടെ ഗ്രില്ല് ഇടുന്നത് വെച്ചാൽ ഇങ്ങനെ നീളത്തിലുള്ള അങ്ങനെ ഇടുന്നതാണ് ഇഷ്ടമുള്ളൂ. മറ്റേ ഇത് ഇഷ്ടമല്ല, റെഡിമെയ്ഡ് വാങ്ങിയിട്ട് ചെയ്യില്ലേ അങ്ങനത്തെ ഇഷ്ടമല്ല. ഇങ്ങനെ നീളത്തിൽ കള്ളിക്കള്ളി അതല്ലേ ചന്തം കാണാൻ. എല്ലാം ചന്തം തന്നെ. എല്ലാം ചന്തം തന്നെയാണ്. അച്ചു അവിടുന്ന് ഒരു പട്ടത്തണ്ട് എടുത്തിട്ട് വന്ന അപ്പുറത്തുനിന്ന് എടുത്തിട്ട് വാ. അപ്പുറത്ത് ഞാൻ വെട്ടി വെച്ചിട്ടുണ്ട്, അവിടെ നിന്ന് എടുത്തിട്ട് വാ. വിറകിന് പോയിട്ട് കാര്യമില്ല. വിറകിന് ആടിനെ മേയ്ക്കാൻ പോണവരൊക്കെ വിറക് പെറുക്കാൻ പോയിട്ട് അവിടെ നിന്നല്ല ഉണ്ണി, ഈ ബാത്റൂമിൻ്റെ ഈ സൈഡിലുണ്ട്. ഇവിടെ ഇതിനേക്കാളും വലുതാ. അവിടെ വെച്ചാൽ മതി, അപ്പുറത്ത് വെച്ചാൽ മതി. ഇവിടെ വൃത്തികേടാക്കണ്ട. പിന്നെ കളി പണി ഉണ്ടാണോ അതിന്? മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടോ. ഇതിൽ കത്തിക്കാൻ ഇത് കരി അധികം ആവില്ല, അത് വലിയൊരു കാര്യം. ഇതിൽ അടിയിൽ
അടിയിൽ നമ്മൾ കുമ്പളങ്ങി ഉരുളക്കിഴങ്ങ് കേട്ടോ. ഉരുളക്കിഴങ്ങ് ആർക്ക് വേണ്ടിയിട്ടുണ്ട് ഇടുന്നതെന്നറിയോ? ഏട്ടന് വേണ്ടിയിട്ട്. പോരെ? ഇത് നമ്മളില്ലേ ഞങ്ങളുടെ ഇവിടെയൊക്കെ കല്യാണത്തിന് ഇതന്നെയായിരിക്കും കേട്ടോ. അച്ചു ഈ വെള്ളം കല്യാണത്തലേന്ന് അച്ചുട്ടിക്ക് ഇഷ്ടേ അല്ല. ഓരോ കഷ്ണേ കിട്ടുള്ളൂ. ചിലപ്പോൾ ചിക്കനേ കിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ വീട്ടിലേക്കാവുമ്പോൾ ഇത്രയൊക്കെ ചിക്കൻ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇത്ര ചിക്കനൊന്നും ഉണ്ടാവില്ല. ഓരോ പപ്പടം ഉണ്ടാവും. പിന്നെ നമ്മുടെ ഈ മുട്ടക്രോസിൻ്റെ ഉപ്പേരിയില്ലേ അതും ഉണ്ടാവും. ഇതാ എങ്ങനെയുണ്ട് കളറ്? ഇനി നമുക്ക് ഇതിക്കില്ലേ വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. അച്ചു ഇത് രണ്ടും ഇവിടെ കൊണ്ടുപോയി അച്ചു. അച്ചുട്ടിയല്ലേ ഇവിടെ നമ്മുടെ കാര്യം നോക്കുന്നത്. അപ്പോൾ അച്ചു അല്ലേ ചെയ്യേണ്ടത്. വെള്ളം ഒഴിച്ച് കൊടുത്തേ. പാട്ടൊക്കെ പാടുന്നുണ്ട് സോനി അവിടുന്ന്. നമ്മൾ ആദ്യം ഉള്ളി വാടുമ്പോൾ കുറച്ച് നമ്മൾ ഉപ്പിട്ട് കൊടുത്താണ് കേട്ടോ. നമ്മൾ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കട്ടെ. ഉപ്പ് മാങ്ങ ഭരണി പറഞ്ഞ പോലെ ഉപ്പ് ഭരണി. ചില സാധനങ്ങൾക്കൊക്കെ അല്ലേ ഓൺലൈനിൽ നല്ല വില കുറവായിരിക്കും. അപ്പം നമുക്ക് വാങ്ങിയിട്ട് ഇങ്ങനെ വെക്കുക വെച്ചാൽ ഒരു കാര്യമായിരിക്കും. കറുത്ത കളർ ചട്ടിയുണ്ട്, വെള്ള കളർ ചട്ടിയുണ്ട്. ഇനി ഈ ഭാഗത്ത് നമുക്കൊരു വാഷ് ബേസിൻ വെക്കാണ്ട് കേട്ടോ. അത് കുറേ കൂട്ടുകാർ ചോദിച്ചിരുന്നു വാഷ് ബേസിൻ എന്താ വെക്കാത്തതെന്ന്. അപ്പം നമ്മൾ ആ സമയത്തില്ലേ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് വീടിൻ്റെ ഒക്കെ കഴിയട്ടേന്നേ നമ്മൾ ചിന്തിച്ചുള്ളൂ. അപ്പം അത് കഴിഞ്ഞു ഇനി വാഷ് ബേസിൻ വെക്കണം. വാഷ് ബേസിൻ വെക്കുന്ന സമയത്ത് കുറച്ചും കൂടി നമുക്ക് പണികൾ ചെയ്യാണ്ട് കേട്ടോ. അപ്പം അതും കൂടി ചെയ്യുമ്പോഴേ ഉള്ളൂ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഏറ്റവും വലിയ സുഖം എന്താണെന്ന് അറിയാം, എന്തെങ്കിലും നമ്മൾ അടുപ്പിൽ വെക്കുക വെച്ചാൽ വേഗം വന്നിട്ട് ഇവിടെ പാത്രം കഴുകി കഴിഞ്ഞ് വെച്ചാൽ നമ്മുടെ പണികൾ വേഗം തീരുന്നുണ്ട്. എൻ്റെ അച്ചു കഴുകും പാത്രം. അച്ഛമ്മ കഴുകില്ലേ? എന്തേ പറയുന്നത്? പറഞ്ഞാൽ കഴിഞ്ഞു. ഫ്രീ ടൈം ഫ്രീ ടൈം കൂട്ടാൻ വെക്കുമ്പോൾ ആണിരുന്നോ? ഇന്ന് കിട്ടിയില്ല കണ്ടില്ല പറയണ്ട. ഇത് ഇന്നലെ സുകന്യയുടെ അച്ഛൻ വരുമ്പോ കൊണ്ടുവന്ന കേട്ടോ. ഞാവൽപ്പഴത്തിന്റെ ഒരു ടേസ്റ്റ് അല്ലേ ഈ മുന്തിരി? നല്ല ശരിക്കും മുന്തിരിയുടെ ടേസ്റ്റ് ആണല്ലോ. കളയണ്ട, കഴുക്. എന്താ നിലത്ത് വീണ കഴുകിയ പോരെ? ഇത് തുടക്കുന്ന സ്ഥലമാണേ. ഭക്ഷണ എന്താടി ഇത് അങ്ങനെ ചെയ്യാൻ പാടില്ല. എത്രയും ആൾക്കാർ ഇത് കിട്ടാതിരിക്കുന്നവരുണ്ടാവും. അപ്പം നമ്മൾ കണ്ടോ ഉടമസ്ഥനെ കാത്തു നിൽക്കണുണ്ട് എൻ്റെ ചാത്തപ്പൻ അല്ലേ? പാട മുത്തേ കുട്ടിയാണേ. ബാ ബാ അമ്മ വാങ്ങിച്ച മോൺസ്റ്ററൈസർ അല്ലേ? അവൻ എങ്ങനെ മനസ്സിലാവണ്ടെന്നറിയോ? അതിന് 200 വിളിക്കടാ നിന്റെ പെണ്ണുങ്ങളെ. ചാത്തപ്പനടക്കല്ലേ വീട് മാറിയതിൻ്റെ ഇതറിയുന്നുണ്ട് കേട്ടോ. ഇപ്പോഴാണ് അവൻ ഇന്ന് വരാൻ തുടങ്ങിയത്. എന്താ നമുക്കില്ലേ
നാളെ സർവമായ കണ്ടിട്ട് എന്താ സോനിയ തോന്നിയത്? നല്ല പടം കേട്ടോ, ചിരിക്കാറുണ്ട് കുറെ കാലങ്ങൾക്ക് ശേഷം. അവതാർ കണ്ടല്ലോ. ഫോറുണ്ടോ? അവന്റെ ഡാൻസ് കേട്ടോ. ആ പ്രായത്തിന്റെ കുട്ടികളുടെ വരുമ്പോ ബൊമ്മ വെച്ചില്ല, ബൊമ്മ വയ്ക്കില്ല. 3 ബൊമ്മകള് കാഞ്ചനത്തിലെ 3 ബൊമ്മ വയ്ക്കില്ലേ ആ പ്രായത്തിന് ഒഴിക്കാൻ വേണ്ടിട്ട്. പ്രേതം അപ്പൊ ഞാൻ ചിരിച്ചുള്ളൂ. നല്ല പടം. ഇത് നല്ല തമിഴ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടായി. എല്ലാരും പറഞ്ഞു, ചിലരൊക്കെ ഇത് കണ്ടവര് പറഞ്ഞു എന്തപ്പത്ര ഇതുള്ളത്, എന്തപ്പത്ര ചിരിക്കാനൊക്കെ ഉള്ളത് പറഞ്ഞു. പക്ഷെ നമുക്ക് ഇഷ്ടായിട്ടോ. കുറച്ചു നേരം സമയം കളയാനുണ്ട്. കണ്ടോ തേങ്ങ പൊട്ടിയതേ ശരിയില്ല. അങ്ങനെ ചിലവർ പറയട്ടോ പൊട്ടിയത് ശരി, കണ്ണു കൂടെയൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ പറയും കഷ്ടകാലമാണെന്ന് പറയട്ടോ. എനിക്കൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല. എൻ്റെ കുപ്പിവെള്ളമല്ലേ ആ ഫംഗ്ഷൻ ദിവസം ഞാൻ ഊരി വെച്ചതാണ്. ഞാൻ പിന്നെ അത് ഇട്ടിട്ടേ ഇല്ല. നീ എന്തടാത്ത്? അതെന്താ ചോപ്പ്? എൻ്റെ ആ ഫംഗ്ഷന് വാങ്ങിയ കുപ്പിവെള്ളം ഉണ്ട് കേട്ടോ അവിടെ ഇരിക്കണ്. ഞാൻ എന്താ വാങ്ങിയത്? സുഗന്യല്ലേ 2, 3, 4, 5 കളർ വാങ്ങിയിട്ട് ഇല്ലേ നല്ല വില കൂടിയത് അവിടെ എടുത്ത് വെച്ചിട്ട്. എൻ്റെ കാല് എൻ്റെ ഒരു മെറൂണ് കളറുണ്ട്, അത് എല്ലാറ്റിക്കും പറ്റും. പക്ഷെ ഇപ്പോൾ ഓർമ്മയെ കിട്ടണില്ല കേട്ടോ. ഇനി നമുക്കിത് എന്താ ഇടണം. ഇതിൻ്റെ ഇടയിൽ കൂടുതലേ തേങ്ങ അരയ്ക്കണ്ടെന്ന് മേമ പറയുക. തേങ്ങ അരയ്ക്കാതെ വെച്ച തികയില്ല എന്ന് ഞാൻ പറയുക. ആ മോര് കൊണ്ടേക്കോളേമ്മ. 1 മണി കഴിഞ്ഞു. തൈര് അതെ കേട്ടോ നമ്മുടെ സംഭവം. ഇതില്ലേ കുറുകി വരുന്നൊരു കറിയല്ല, കുറച്ച് ചാറ് നീണ്ട് വരുന്നതാണ്. ചോറിലിങ്ങനെ കറി ഒഴിക്കുമ്പോൾ കറി ഇങ്ങനെ നീണ്ട് പോകണം, കറി ഒഴുകി പോണം. ഇതെന്താ മുന്തിരിയൊക്കെ ഇവിടെ വെച്ചിട്ട് പോയിക്കണത്? നമുക്ക് പണിയാൻ പറ്റുന്നു. ഓ മതി. നമുക്ക് മറ്റേ നാരങ്ങോളം വേണം. ആ നന്നായി വെള്ളം അവിടെ ഉണ്ട് ഒരു മുറി. ചാത്തപ്പൻ മാത്രം അവിടെ. ചാത്തപ്പനെ പെണ്ണുങ്ങളും ചാത്തപ്പനെ ഡൈവേഴ്സ് ചെയ്തു തോന്നുന്നു കേട്ടോ. ശോഷിച്ച് ആകെ പ്രശ്നം എന്താണെന്നറിയോ? സത്യം പറയാച്ചാ സാധാരണക്കാർക്ക് ഒരു തുള്ളി സ്വർണ്ണം ഒന്നും വാങ്ങാൻ പറ്റില്ല കേട്ടോ. ശരിക്കും എന്തായാലേ സ്വർണത്തിനൊക്കെ വില കയറി പോണതിൻ്റെ. അപ്പോൾ ഇങ്ങനെ സ്വർണത്തിനൊക്കെ വില കയറി കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അത് നമ്മുടെ ഇവിടെ ഇല്ല. എന്താ പറയാൻ കാരണം എന്നറിയോ? ഒരമ്മ മാത്രമേ എത്ര വീട്ടിലുള്ളൂ. അപ്പോൾ വെള്ളം ചോദിച്ചിട്ട് പോയിട്ട് വെള്ളം കൊടുത്തപ്പോഴല്ലേ ആ അമ്മയുടെ കഴുത്ത് കിടക്കുന്ന മാല വലിച്ചു പൊട്ടിച്ചു. വലിച്ചു പൊട്ടിക്കണത് മാത്രമല്ല, ഇവിടെ ഇങ്ങനെ മുറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുന്നത്? ആൾക്കാർ ഇതിനിങ്ങനെ വില കൂടും തോറുമാണ് പിടിച്ചുപറിയും കാര്യങ്ങളൊക്കെ കൂടുന്നത്. മോശം. അതുകൊണ്ട് എന്താ പറയുക, നല്ല രീതിയിൽ വരുന്ന ആൾക്കാരെയും കൂടി ചില ആൾക്കാർ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെ വരുമല്ലോ. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴും നമ്മൾ പേടിച്ചിട്ട് വാതിൽ തുറക്കില്ല. എങ്ങനെയുള്ള ആൾക്കാരാണെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ പേടിച്ചിട്ട് അവരെ കാണുവയ്ക്കന്നെ നമ്മൾ വാതിൽ തുറക്കാതെ കഴിഞ്ഞാൽ അവരുടെ വരുമാനവും കാര്യങ്ങളൊക്കെ ഇതാവും. ഒരാൾ ചെയ്യുന്ന തെറ്റിനില്ലേ വേറെ എത്ര ആൾക്കാർ ബുദ്ധിമുട്ടേണ്ടി വരും പറഞ്ഞിട്ടാ. ഈ ആൾക്കാർ ചിലപ്പോൾ ഗ്യാരണ്ടി ആയിരിക്കും ഇട്ടിട്ടുണ്ടാവുക. പക്ഷെ അത് പിടിച്ചു പറിക്കുകയും ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ കഴുത്ത് മുറിഞ്ഞാൽ പോയില്ലേ. ഇതിൻ്റെയൊക്കെ 200 രൂപ വേണ്ടുള്ളൂ സുഖന്. ഒപ്പിച്ചിട നമ്മുടെ തേങ്ങ ആയി. ഇത്ര മതി കേട്ടോ തേങ്ങ. നമ്മൾ കുറച്ച് വൈകുന്നേരം ഒന്ന് ചപ്പാത്തി ഉണ്ടാക്കണോ? ചപ്പാത്തി ഉണ്ടാക്കാം. ഇന്ന് ഭൂരി ഉണ്ടാക്കാം. വൈകുന്നേരമൊക്കെ കോങ്ങാട് പോകണം. ഈ ഉണ്ടാക്കുമോ? ഭൂരി ഉണ്ടാക്കണം. കുറച്ച് ഒരു 6 ചപ്പാത്തി ഉണ്ടാക്കണം. ക്ലാസ്സോ? കൺമണിയേ പ്ലാസ്റ്റിക് ക്ലാസ് അല്ല.
ഗ്ലാസ് എടുക്കട്ടെ. ഇവിടെ ഒന്നും ഗ്ലാസ് കാണാനില്ല. അമ്മ വലിയ ഗ്ലാസ് വലിയ ഗ്ലാസ് ഒക്കെ അവിടെ ഉണ്ട്. തേങ്ങ പച്ചക്ക് വേണമെങ്കിൽ ഇടാം കേട്ടോ. ഞാൻ പച്ചക്ക് അച്ചുട്ടിന്ന് സുകന്യേന്ന് വിളിക്കാൻ വന്നതാണ്. അച്ചുട്ടിയായി. എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. 2 ചെറിയുള്ളി ഇതിലെടുത്തോട് സുകന്യേ. കണ്ടുപിടിച്ചു. പെരുംജീരകം, ചെറിയുള്ളി, കുരുമുളക്, കറിവേപ്പിലല്ല. കറിവേപ്പിലയ്ക്കൊക്കെ ഫംഗസ് പോലത്തെ ഒരു സംഭവം കേട്ടോ. അപ്പം അത് കാരണം ഇനി ഇത് നല്ല മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇടാം. നിങ്ങൾക്ക് 2 വീടായില്ലേന്നല്ലേ സൂന്യെ? സൂന്യേ, ഇപ്പം എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇപ്പം നിങ്ങൾക്ക് 2 വീടായില്ലേന്ന് കരേ അടുത്തുള്ള വീട്ടുകാരെന്നെ ചോദിക്കേ പറയേ നിങ്ങൾ വേറെ ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ആലോചിക്കാൻ വയ്യാന്ന്. ഞങ്ങൾക്ക് എന്താ അങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് സങ്കടം വരികയാണ്. പ്രസി, നിങ്ങൾ ഒരു വീട്ടിൽ നിങ്ങളെല്ലാവരും പാടെ ചിരിച്ച് കളിച്ച് എപ്പോഴും ഒച്ചയും ബഹളം ഉണ്ടായിട്ട് നാളെ ഞാൻ കുറച്ച് നേരം ഇവിടെ വന്നിരുന്നപ്പോൾ മത്സരത്തിൽ അവരൊക്കെ പറയും ഒച്ചയും ബഹളവും ഇല്ല, വീട് ഉറങ്ങി, എന്താ അത് നിൽക്കല്ലേ ഇത് മധുരല്ല സുകന്യല്ല. ആ വെള്ളം ഒഴിക്കയ്യേ, മധുര ഇടല്ലേ അയ്യേ. അയ്യേ ഇത് എന്താ അത്? എന്നിട്ട് ഇളക്ക് സ്പൂൺ ഇട്ടിട്ട് എന്താ അത്? മതിയോ? കുറച്ചും കൂടി എന്നിട്ട് ഇളക്ക്. അതെന്നെ പറയുന്നതേ അത് അനി സ്പൂൺ ഇട്ടിട്ട് ഇളക്കി തായോ. മധുരണ്ടോ? ഇളക്കാണ്ട സുകന്യ കുടിക്കുന്നത്. നിങ്ങളുടെ നാട്ടിലെ ഞങ്ങളുടെ ഇവിടെ പാലക്കാട് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. നമ്മൾ വന്നില്ലേ മുതിരപ്പുളി, വെള്ളപ്പയർ പുളി, അതൊക്കെ ഞാൻ വെച്ച് കാണിച്ചു തരാം നമുക്ക്. എന്താ നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടോ? തൊമരക്കുരു വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. തൊമരക്കുരു ഇന്ന് കോങ്ങാട് പോകുമ്പോഴേ ഉള്ളൂ തൊമരക്കുരു അതിൻ്റെ വരാം. തൊമരക്കുരും ഉണക്കമാന്തളും പാടെ ഇട്ടിട്ട് പുളി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ഈ നന്നാരിക്ക് ഒരു പാക്കറ്റിന് 100 രൂപ കേട്ടോ. ഈ 100 രൂപയ്ക്ക് നമ്മൾ നന്നാരി വാങ്ങിയിട്ട് ഒരു 2 കിലോ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കുക വെച്ചാലേ നമുക്ക് കുറേ കുപ്പി കിട്ടും. അത് നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കണം. ആ ഒരു കുപ്പിക്ക് 100 രൂപ. ഏത് അല്ലേ? കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി വെക്കുക കേട്ടോ ചെയ്ത്. ചില കൂട്ടുകാർ ഉച്ച കഴിഞ്ഞിട്ടൊക്കെ ഞങ്ങളുടെ പെട്ടെന്ന് വീട്ടിലേക്ക് വരുമ്പോഴേ ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ പാലുണ്ടാവില്ല, അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. ഇപ്പം എന്നിട്ട് നമ്മളില്ലേ നന്നാരിയൊക്കെ വാങ്ങി വെച്ചിരിക്കുകയാണ്. വരുമ്പോൾ ഒന്നും തരാണ്ട് നമുക്ക് വിടാനൊരു മനസ്സ് വരില്ല. നമ്മളത്രയും സ്നേഹത്തോടെ വരുമ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് നമ്മളെന്തെങ്കിലും തരണ്ടേ അല്ലേ? ഒരു ദിവസം കുറച്ച് കോട്ടയത്തു നിന്നൊരു ഫാമിലി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് വരുമ്പോൾ ഉണ്ടാക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ? പ്രത്യേകിച്ച് മുളക് വറുത്ത പുളി മതിയെന്ന്. സുകന്യെ പുളിഞ്ചാറും മാന്തൾ മീൻ വറുത്തതും പ്രത്യേകിച്ച് എപ്പോഴും വീഡിയോയിൽ പറയില്ലേ, അപ്പോൾ അതുണ്ടാക്കിയാൽ മതി. ഞങ്ങൾ കോട്ടയംകാർക്ക് നല്ല മീനും കിട്ടും, ഇറച്ചി കിട്ടും. ഈ സംഭവങ്ങളാണ് ഞങ്ങൾ വയ്ക്കാത്തത് എന്ന് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. വല്ലാണ്ട് ഞാൻ മുരിച്ചിട്ടില്ല കേട്ടോ. പിന്നെ നമ്മളിതിക്ക് ഇവിടെ ചിക്കൻ മസാല അല്ലേ, ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്തു. ഈ ചട്ടിയിൽ നിന്ന് മാറ്റിട്ട് അത് ചൂടായാലേ കരിഞ്ഞു പോകുന്നുണ്ട്. ആ പപ്പടം ഇല്ലാതെ എന്താ ആഘോഷം? പപ്പടം കാച്ചില്ലേ? കരിക്കരുത്. ചിലവർക്ക് ഇങ്ങനെ കുറച്ചൊരു കളർ വ്യത്യാസം വരുന്നത് ഇഷ്ടമല്ലേ? എനിക്കങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. നമ്മൾ അമ്മ ചോറുണ്ടമ്മ, അമ്മ
അപ്പം നിങ്ങൾക്ക് കറി കൂട്ടിയിട്ട് കഴിച്ചാൽ പോരാതില്ലേ? അതിനല്ലേ ഞാൻ കഷ്ടപ്പെട്ടൊരു കറി ഉണ്ടാക്കണത്. തൈര് കിട്ടിയപ്പോഴല്ലേ ഇവർക്ക് പിന്നെ മറന്നു. ഇപ്പോൾ വൈകുന്നേരത്തെ ചപ്പാത്തിയോ എന്തെങ്കിലും ഉണ്ടാക്കിയ വൈകുന്നേരത്തെ കാര്യം. ഇല്ലെങ്കിൽ കോറല്ലേ, കോറയും കൊണ്ട് ദോശ ഉണ്ടാക്കിയാലും നല്ലതാട്ടോ. അത് വേണ്ട, കോറ ദോശ വേണ്ട. ഇതാണ്ടോ, കണ്ടില്ലേ? ഇതാണ് നമ്മൾ. ഇത് വറുത്തരച്ച് വെക്കുന്നവരുണ്ട്, ഒരുപാട് വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നല്ല വറുത്ത് വെക്കുന്നവരുണ്ട്, ഈ ഇങ്ങനെ വെക്കുന്നവരുണ്ട്, പച്ചയ്ക്ക് അരച്ച് വെക്കുന്നവരുണ്ട്. സമയത്തിനനുസരിച്ച്. അച്ചു കുറച്ച് മല്ലിയില ഇട്ടിട്ട് വരും അച്ചു. മേമം മല്ലിയില. ഇരുന്നോടത്തുനിന്ന് അങ്ങോട്ട് അനങ്ങരുത് തമ്പുരാട്ടി, ഇരുന്നോടത്തുനിന്ന് അങ്ങോട്ട് അനങ്ങരുത്. നമുക്ക് ഒരു കാര്യത്തിന് ശ്രദ്ധ ഇല്ലാതെ വരുന്നുണ്ട്. എന്തെങ്ങനെ ഒരു കാര്യം പറയുമ്പോഴേക്കും അങ്ങനെ ഒരു സാധനം കൊണ്ടുവന്നേരാൻ പറയുമ്പോൾ പെൺകുട്ടികൾ ഇങ്ങനെയല്ല വേണ്ടത്. പെൺകുട്ടികൾ ഞാൻ ചെയ്യാം അമ്മ എന്ന് പറഞ്ഞിട്ട് ഉഷാറാക്കുക വേണ്ടത്. കറി ആയില്ലേ? ഞാൻ ചോറിൻ്റെ ഉഷാറാക്കാന്ന് പറയാനാ? എൻ്റെ അച്ചു എനിക്ക് വയ്യ. അച്ചുവിൻ്റെ അമ്മ അറിയില്ലേ? അതുപോലെ അച്ചുവിൻ്റെ അമ്മ തന്നെയാണ് ഞാൻ അല്ലേ. അപ്പം നമ്മുടെ കറിയില്ലേ ആയിട്ടോ. എന്താ അത്ര മതി, അത്രയല്ല. ഞാൻ പറഞ്ഞിരുന്നു കറിവേപ്പിലയ്ക്കൊരു കേടുള്ളതും കൂടെ എടുക്കാൻ പറ്റില്ല എന്നുള്ളത്. പിന്നെ ഇതാ കറിയൊക്കെ നല്ല പോലെ തിളച്ച് വന്നോട്ടെ. ഇനി ഇത് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് കുറുകും. ഈ കുമ്പളങ്ങയിലൊക്കെ ഈ ഇറച്ചിയുടെ ഒരു ടേസ്റ്റ് വന്നിട്ടേ നല്ല രസമായിരിക്കേ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ വീഡിയോയിൽ. പക്ഷെ എന്നാലും ഉണ്ടാക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ കേട്ടോ. ഇതേപോലെ തന്നെ നമുക്കില്ലേ ഇടിച്ചക്ക വെച്ചിട്ടും ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി ഇടിച്ചക്കയുടെ സമയമല്ലേ വരുന്നത്. അപ്പോൾ ഇടിച്ചക്കയും കൊണ്ട് ഇങ്ങനെ ചെയ്ത് നോക്കി നോക്കൂ, നല്ല രസമാണ്. ഇടിച്ചക്കയും ചിക്കനും പാടെ. അതേപോലെ ചേന ഇട്ടിട്ട് നിങ്ങൾ ചിക്കൻ കറി വെക്കാറുണ്ടോ? ആദ്യം ഇപ്പോഴൊക്കെ അല്ലേ നമ്മളിങ്ങനെ ചിക്കൻ മാത്രമായിട്ട് വെക്കുന്നത്. ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ മാത്രമായിട്ടല്ലല്ലോ. എൻ്റെ വീട്ടിലൊക്കെ എല്ലാവരുമൊക്കെ വിരുന്ന് വരുന്ന സമയത്തും നമ്മുടെ അമ്മയുടെ വീട്ടിലേക്കൊക്കെ പോകുമ്പോഴൊക്കെ ഞങ്ങൾ കുറേ കുട്ടികളും ഒക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ഇങ്ങനെ നമുക്ക് ഈ ഒരു കോഴിയൊക്കെ കൊന്നു കഴിഞ്ഞ് വെച്ചാലേ എല്ലാവർക്കും എടുക്കണ്ടേ. അപ്പോൾ എടുക്കുമ്പോൾ നമ്മളെല്ലാ കഷ്ണങ്ങളും അതിൽ കുമ്പളങ്ങ, ചേന ഒക്കെ ഇടിച്ചക്ക ഒക്കെ പാടെ കൂട്ടിയിട്ടാണ് കേട്ടോ കറി വയ്ക്കുക. അപ്പോൾ എനിക്കതങ്ങനെ കഴിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ കുമ്പളങ്ങയും ചിക്കനും വെക്കുകയും ചെയ്യും. ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട്. ചിക്കനിൽ ഉരുളക്കിഴങ്ങ് ഇട്ടാൽ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ? അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ പിടിച്ചിട്ട്. ഇപ്പം ഇനി അണുകുടുംബം ആകുമ്പോൾ കുറച്ചീശ കൊണ്ടുവരുമ്പോൾ അത് വരട്ടിയിട്ടും പൊരിച്ചിട്ടും ഒക്കെ കഴിക്കും. ഇനി ഇതൊന്നും കൂടി നമ്മൾ വറവിടട്ടെ കേട്ടോ. നീ ചോറ് അവിടെയാണ്. അച്ചു കൊടുത്തിട്ട് വരുമോ ചോറ്? ഇല്ലാന്നോ? ഇനി ഈ കറി അവിടെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ടത് മൂപ്പിച്ചിട്ട് അയക്കിടുക മാത്രമേ വേണ്ടുള്ളൂ. നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് നാളെ കാണാം.